ഹരേ കൃഷ്ണ. ഇന്ന് 62ഉം 63ഉം കൂടി ഇന്ന് പൂർത്തീകരിക്കാമെന്ന് കരുതുന്നു. 62ാമത്തെ ശ്ലോകം. പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ് ഭാഗവതധ്വനേ കലേർദോഷ ഇമേ സർവേ സിംഹശബ്ദാദ്വൃകാ ഇവ. അതിൽ പദങ്ങളുടെ അർത്ഥം നോക്കാം. പ്രളയം ഹി ഗമിഷ്യന്തി. പ്രളയം എത്തിച്ചേരും എന്നുള്ളത് അവിടെ ഉറപ്പിച്ചു പറയുകയാണ്. നിശ്ചയമായിട്ടും എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ ഈ പ്രളയം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാശമാണ്. എല്ലാം നശിക്കും എന്നുള്ളത് നിശ്ചയമാണ്. ശ്രീമദ് ഭാഗവതധ്വനേ. ശ്രീമദ് ഭാഗവത കഥയെ ധ്വനേ എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട്, അത് ഹേതുവായിട്ട് കലിദോഷ ഇമേ സർവേ. കലിയുടെ ദോഷങ്ങളൊക്കെ, ഈ കലികാലത്തിൻ്റെ ദോഷങ്ങളൊക്കെ, ഇമേ എന്ന് പറഞ്ഞാൽ ഈ കലികാലത്തിൻ്റെ ദോഷങ്ങളൊക്കെ, സർവേ എന്ന് പറഞ്ഞാൽ സർവവും, എല്ലാ ദോഷങ്ങളും എന്നുള്ള അർത്ഥത്തിൽ. സിംഹശബ്ദാദ്വൃക ഇവ. ഇവിടെ ചില ബുക്കുകളിൽ പാഠഭേദമുണ്ട്. ചില ബുക്കുകളിൽ സിംഹശബ്ദാത് വൃക എന്ന 2 പദങ്ങളായിട്ടാവും കൊടുത്തിരിക്കുക. ചില ബുക്കിൽ സിംഹശബ്ദാദ്വൃക എന്നുള്ള വൃ എന്നായിരിക്കും വന്നിരിക്കുന്നത്. അവരവരുടെ ബുക്കിൽ എങ്ങനെയാണോ അങ്ങനെ വായിക്കുക. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സിംഹശബ്ദാത് വൃക എന്ന് തന്നെ വായിക്കാം. സിംഹശബ്ദാത് എന്ന് പറഞ്ഞാൽ സിംഹശബ്ദം ഹേതുവായിട്ട്, സിംഹശബ്ദം മൂലം, വൃക എന്ന് പറഞ്ഞാൽ ചെന്നായ്ക്കൾ, ഇവ എന്ന് പറഞ്ഞാൽ എന്ന പോലെ. ഒരു സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എപ്രകാരമാണോ ചെന്നായ്ക്കളൊക്കെ ഓടിപ്പോകുന്നത്, അതേപോലെ ഈ ശ്രീമദ് ഭാഗവത കഥയുടെ ശബ്ദം അത് കേട്ടുകഴിഞ്ഞാൽ ഈ കലികാലത്തിലെ എല്ലാ കലിദോഷങ്ങളും ഇല്ലാതെയാകും, നശിക്കും എന്നുള്ളത് നിശ്ചയമാണ്. ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ ശ്രീശുക മഹർഷി. അതിനുദാഹരണം നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ പരീക്ഷിത് മഹാരാജാവ് തന്നെയാണ്. കലിയെ തോൽപ്പിച്ച ആളാണ്. അതിന് കഥകൾ വരുന്നുണ്ട്, അപ്പോൾ നമുക്കത് വിശദമായിട്ട് പറയാം. കലിയെ തോൽപ്പിച്ച ആളാണ് പരീക്ഷിത് മഹാരാജാവ്. അങ്ങനെ തോൽപ്പിച്ച് തൻ്റെ രാജ്യത്ത് ചില പ്രത്യേക ഇടങ്ങളിൽ മാത്രം, മദ്യം, ചൂത്, സ്വർണം തുടങ്ങിയുള്ള പ്രത്യേക ഇടങ്ങളിൽ മാത്രം കലിക്കിരിക്കാൻ ഇരിപ്പിടം കൊടുത്ത് കലിയെ തൻ്റെ കാൽ ചുവട്ടിൽ മുട്ടുകുത്തിച്ച പരീക്ഷിത് മഹാരാജാവിനു പോലും ഒടുവിൽ അതേ കലിയുടെ ബാധയേറ്റ്, അല്ലേ, ഒരു നിമിഷത്തെ ദേഷ്യം, ഉള്ളിൽ തോന്നിയ ഒരു ദേഷ്യം കൊണ്ടാണ് ആ ചത്ത പാമ്പിനെ എടുത്ത്, തന്നെ കണ്ടിട്ട് ഗൗനിക്കാതെയിരുന്ന ആ മഹർഷിയുടെ കഴുത്തിൽ ആ പാമ്പിനെ എടുത്തിട്ടത് തനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കലിദോഷം കൊണ്ടാണ്, ഒരു ദേഷ്യം വന്നതുകൊണ്ടാണ്. ആ മഹർഷിയോട് താൻ വെള്ളം ചോദിച്ചിട്ട് തന്നെ ഗൗനിക്കാതെ ഇരുന്ന ആ മഹർഷിയെ ഒന്ന് അപമാനിക്കണം, തൻ്റെ ദേഷ്യം തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശ്യത്തിലായിരുന്നു ആ ഒരു ചത്ത പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടത്. പക്ഷേ നോക്കൂ, ആ ഏതൊരു കലിയെ അടക്കിയതാണോ ആ പരീക്ഷിത് മഹാരാജാവ്, ആ കലിയുടെ തന്നെ ദോഷത്താൽ പരീക്ഷിത് മഹാരാജാവിനെ മൃത്യു എന്ന അവസ്ഥയിലേക്ക് എളുപ്പം നടന്നു കയറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കലിയെ തോൽപ്പിച്ച പരീക്ഷിത് മഹാരാജാവിനെ പോലും കലി ബാധിച്ചുവെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കലിദോഷം എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ കൂടി കഴിയില്ല, അല്ലേ? ഏതെല്ലാം തരത്തിലുള്ള ദോഷങ്ങളാണ് നമ്മൾക്കൊക്കെയുള്ളത്.
അങ്ങനെ കലിദോഷം ബാധിച്ച ആ പരീക്ഷിത്ത് മഹാരാജാവിനെ പോലും ആ കലിദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തനാക്കി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ നേടുവാൻ പ്രാപ്തനാക്കി തീർത്തത് ഈ ഭാഗവത കഥാശ്രവണം തന്നെയാണ്. ആ ഒരു ഉറപ്പ്, ഇതിൽ നിന്നൊക്കെ കലിദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാനാകുമെന്ന ഒരു ഉറപ്പ് ആദ്യമേ തന്നെ ശ്രീശുക മഹർഷി അതുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവിന് കൊടുക്കുകയാണ്. കാരണം പരീക്ഷിത്ത് മഹാരാജാവിന് ഇനി നടക്കാൻ പോകുന്ന ഇതാണ്. ഈ കലിയുടെ ദോഷമായിരുന്നു ആ കോപമൊക്കെ, പെട്ടെന്ന് തോന്നിയ ഒരു കോപമൊക്കെ, താനെന്ന ഒരു അഭിമാനഭാവം, തന്നെ ഗൗനിച്ചില്ല എന്നുള്ള ഒരു അപമാനഭാരം, അത് കോപരൂപത്തിൽ പുറത്തേക്ക് വന്ന പരീക്ഷിത്ത് മഹാരാജാവ്, ആ പരീക്ഷിത്ത് മഹാരാജാവിനെയും കലി വെറുതെ വിട്ടില്ല. പക്ഷേ ആ കലിദോഷങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ, അല്ലയോ മഹാരാജാവെ, അങ്ങേക്കും കരകയറാനാവുമെന്ന് പരോക്ഷമായി ആദ്യം തന്നെ ശ്രീശുക മഹർഷി ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ് ഭാഗവതധ്വനേ കലിദോഷ ഇമേ സർവേ സിംഹശബ്ദാദ്വൃക ഇവ. നല്ലൊരു ഉദാഹരണമാണ് കൊടുത്തതല്ലേ. സിംഹത്തിൻ്റെ അലർച്ച കേട്ടാൽ ചെന്നായ്ക്കളൊക്കെ എപ്രകാരമാണോ ഓടിയകലുന്നത്, അതേപോലെ ഭാഗവത കഥാശ്രവണം കൊണ്ട് തന്നെ എല്ലാ കലിദോഷവും ഇല്ലാതെയാകും. ഇവിടെ നോക്കൂ, സിംഹത്തിൻ്റെ ഗർജനം എന്ന് ഒരിടത്ത് ഉപമിക്കുമ്പോൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കേട്ടു തദ്ഘോഷേണ. അത് വെറുതെയല്ല, അതങ്ങനെ ഉച്ചത്തിൽ പ്രകമ്പനം കൊണ്ടുകൊണ്ടേയിരിക്കും. ആ ഭാഗവത കഥയുടെ മഹത്വം അതാണ്. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശ്രീമദ് ഭാഗവതധ്വനേ, അവിടെ ഏകാരം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ നിർത്തുകയും വേണം. പിന്നെ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ സിംഹശബ്ദാത് വൃക, ഇങ്ങനെ രണ്ടായിട്ട് വായിക്കേണ്ടവർക്ക് അങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ സിംഹശബ്ദാത് വൃക, ആ വൃക ദ വ ഋ, ഇത് ഇത്രയും വാക്കുകൾ അവിടെ വരണം. അത് അവരവർക്ക് എത്ര പറ്റുമോ അതിനനുസരിച്ച് വായിക്കുക. ഇത് ഇത്രയുമാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അടുത്തത് 63-ാമത്തെ ശ്ലോകം. ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തതഃ ക്രീഡാം കരിഷ്യതി. നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ജ്ഞാനവൈരാഗ്യ സംയുക്ത, ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയ, ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി, പ്രേമരസാവഹ, ആ പരമമായിട്ടുള്ള പ്രേമരസത്തെ വഹ എന്ന് പറഞ്ഞാൽ വഹിക്കുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുത്തുന്ന, പ്രതിഗേഹം പ്രതിജനം തതഃ ക്രീഡാം കരിഷ്യതി. പ്രതിഗേഹം വീട് തോറും, ഓരോരോ വീട്ടിലും, പ്രതിജനം ജനം തോറും എന്ന് പറഞ്ഞാൽ ഓരോരോ ആളുകളിലും, തതഃ അനന്തരം, ക്രീഡാം, ക്രീഡാം എന്ന് പറഞ്ഞാൽ ക്രീഡകൾ, കരിഷ്യതി ചെയ്യുന്നു. അഥവാ ഈ ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ ഭക്തി അതെടുത്തു പറയുകയാണ്. അതായത് ജ്ഞാനവും വൈരാഗ്യവും ഇല്ലാത്ത ഭക്തി, ഭൗതികമായ ഏതൊന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഒരു മമതാബന്ധം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷഡ്വൈരികൾ, കാമക്രോധ ലോഭമോഹ എല്ലാം വെച്ചുകൊണ്ട്, അസൂയ അഹങ്കാരം ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഏത് ഈശ്വരനെ വിളിച്ചാലും നമുക്ക് എന്തനുഭവിക്കാൻ കഴിയില്ല? ഈ പരമമായ പ്രേമരസത്തെ, പ്രേമഭക്തിയെ അനുഭവിക്കാൻ കഴിയില്ല. അഥവാ ഭഗവാനെ ആശ്രയിക്കേണ്ടത്, ശരിയായ ജ്ഞാനം സിദ്ധിച്ച് അതിലൂടെ ആ ഒരു വൈരാഗ്യത്തെ നേടിയെടുത്തുകൊണ്ട് അത് ആർജിച്ചു കഴിഞ്ഞിട്ട്
ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, ഭഗവാനെ അഭയം പ്രാപിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രേമഭക്തിരസം നമുക്ക് അനുഭവിക്കാനാവുന്നത്. അങ്ങനെ നേടുന്ന ഓരോ ജനങ്ങളിലും ഓരോ വീടുകളിലും തത ക്രീഡാം കരിഷ്യതി, അതങ്ങനെ ഓരോ വീടുകളിലും ഓരോ ആളുകളിലും ക്രീഡകൾ ക്രീഡിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഓരോ വീടും ഓരോ ജനവും ഈ പരമമായ ഭക്തിരസത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജ്ഞാനമില്ലാത്ത ഭക്തിയിലൂടെ ആ പരമമായ പ്രേമരസത്തെ അനുഭവിക്കുക സാധ്യമല്ല. ജ്ഞാനം നേടിക്കഴിഞ്ഞാലോ വൈരാഗ്യം നേടിയെടുക്കേണ്ടതല്ല, അത് താനേ വന്നു ചേരും. വൈരാഗ്യത്തെ നേടിയെടുക്കാനുമാവില്ല. കാരണം ഏതൊന്ന് നമ്മൾ നിർബന്ധപൂർവം വേണ്ടാന്ന് വെക്കുന്നുവോ അതിനോടുള്ള ഒരു വാഞ്ച, അത് ഒരു പ്രാരബ്ധമായി നമ്മളോടൊപ്പം സഞ്ചരിക്കും. ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ നമ്മൾ വീണ്ടും അതിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഡയബറ്റിക് ആയിട്ടുള്ളവർ, ഷുഗർ ഉള്ളവർ അല്ലേ, നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അവരോട് മധുരമുള്ളത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളുടെ പരിമിതി നിമിത്തം അവർ കഴിക്കാതിരുന്നേക്കാം. പക്ഷേ അവരുടെ ഉള്ളിൽ അതിനുള്ള ഒരു വാഞ്ചയുണ്ടായിരുന്നാൽ, അതിൻ്റെ ഒരു ഘടകം, ഒരു ലഘു കണിക ഉള്ളിലുണ്ടെങ്കിൽ ഒരു അവസരം കിട്ടുമ്പോൾ അവരത് രുചിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും. മറിച്ച് ഇതിൻ്റെ ദോഷവശങ്ങൾ, ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ ഈ മധുരമുള്ളത് കൊണ്ട്, മധുര പലഹാരങ്ങളായിക്കോട്ടെ, മധുരമുള്ളത് യാതൊന്നും കഴിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന ഗുണങ്ങൾ അത് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനോടുള്ള ഒരു ആർത്തി, നമുക്കതിനോടൊരു വല്ലാത്ത ഒരു ആകർഷണമുണ്ടാവും ഉള്ളിൽ. അത് നിർബന്ധിതമായിട്ട് നമ്മളിൽ നിന്ന് പിടിച്ചു മാറ്റിയാൽ, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനോടുള്ള ഒരു താല്പര്യമേ ഇല്ലാതെയാവും. അതില്ലാതിരുന്നാലുള്ള സദ്വശങ്ങൾ മനസ്സിലാക്കിയാൽ. അതേപോലെയാണ് ഈ ഭൗതികമായ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെയും, നമ്മുടെ ചുറ്റിനുമുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് ദുഃഖങ്ങളെ തന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് നമ്മളോടൊപ്പം ജനിക്കുകയും നമ്മളോടൊപ്പം ക്ഷയിക്കുകയും ചെയ്യുന്ന ഒന്നാണ് അല്ലേ. ഈ പ്രപഞ്ചം എവിടെയാണ്? നമ്മുടെയൊക്കെ മനസ്സിലാണുള്ളത്. അതിലൊതുങ്ങുന്നതാണ് നമ്മുടെ പ്രപഞ്ചം. നമ്മളിരിക്കുന്ന ഒരു ഭൂഖണ്ഡത്തിൽ പോലും എന്താണ് നടക്കുന്നതെന്നറിയാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവരല്ല. ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നും പറയുന്ന ഒരു ചെറിയ സർക്കിളിനുള്ളിൽ, ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ ഒതുങ്ങുന്നതാണ് നമ്മുടെയൊക്കെ ലോകം. അതിനപ്പുറമുള്ളതിലേക്ക് നമുക്ക് വലിയ താല്പര്യവുമില്ല, നമ്മളെ അത് ബാധിക്കുന്നതുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം എന്ന് വരെയുള്ളൂ, നമ്മൾ ഉദിച്ചടങ്ങുന്നത് വരെയേയുള്ളൂ. അപ്പോൾ നമ്മളോടൊപ്പം ജനിക്കുകയും നമ്മളോടൊപ്പം ക്ഷയിക്കുകയും ചെയ്യുന്ന ഈ ഒരു ചെറിയ പ്രപഞ്ചത്തിൽ, നമ്മൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു പ്രപഞ്ചം നമുക്ക് നൽകുന്നത് ഒരു നിമിഷം സുഖം തന്നാൽ അതിൻ്റെ തൊട്ടടുത്ത നിമിഷം ദുഃഖവും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ, ആ ശരിയായ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഇതിനതീതമായ ശരിയായ ഒരു അറിവിലേക്ക്, അല്ലെങ്കിൽ ഇതിനതീതമായ ഒന്നിനെ തേടി, ഈ സുഖദുഃഖങ്ങൾക്ക് അതീതമായി ഇത് തന്നോടൊപ്പം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഒന്ന് മാത്രമാണെന്നറിഞ്ഞാൽ, ഒരു ജലത്തിലെ കുമിള ജലത്തിൽ നിന്നുണ്ടാവുകയും ആ കുമിള പൊട്ടിയാൽ തിരികെ ജലത്തിൽ തന്നെ ലയിക്കുന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു മഹാചൈതന്യത്തിൻ്റെ ഭാഗമായി താൻ ഉണ്ടായോ അതിൽ തന്നെ വീണ്ടും ലയിക്കുന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നുമുള്ള ഈ ത്രികോണതലത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഈ പരിമിതമായ പ്രപഞ്ചത്തിലെ, ലോകത്തിലെ ഒന്നിലും നമ്മൾ ഭ്രമിക്കില്ല. അപ്പോൾ ഈ പരമമായ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ
ആ മഹാജലാശയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളെന്ന ഓരോ കുമിളയും എന്ന് തിരിച്ചറിഞ്ഞാൽ, തിരിച്ചാ ജലാശയത്തിൽ തന്നെ ലയിക്കേണ്ടതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരും. ആ പരമമായ ആ ശക്തിയിൽ, ആ പരമാത്മ ചൈതന്യത്തോട് നമുക്കുണ്ടാകുന്ന അതിലേക്കുള്ള ഒരു പ്രയാണമാണെന്നറിയുമ്പോൾ ഒരു ഇരുമ്പ് കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ നമ്മളറിയാതെ അതിനോട് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ അറിയാതെ ആ പ്രേമഭക്തി അങ്ങനെ നൃത്തമാടിക്കൊണ്ടിരിക്കും. ജ്ഞാനമേറുന്തോറും വൈരാഗ്യങ്ങൾ താനെ വന്നു ചേരും. അതിലൂടെ ആ പ്രേമഭക്തിയുടെ രസത്തെ നന്നായി നുകരുവാനും നമുക്ക് കഴിയുന്നു. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ വളരെ ലളിതമായി തന്നെ പറഞ്ഞു വെച്ചത്. ഓരോ ഗൃഹത്തിലും ഓരോ ജനത്തിനും ആ ഒരു പ്രേമഭക്തി രസത്തെ അനുഭവിക്കാനാവുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തതഃ ക്രീഡാം കരിഷ്യതി. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്തി പ്രേമരസാവഹ. ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിസർഗമുണ്ട്. അവിടെ അപ്പോൾ ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ രണ്ടാമത്തെ പാദത്തിൽ വരുമ്പം തതഃ ക്രീഡാം. തതഃ അവിടെയും വിസർഗമുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പ്രതിഗേഹം പ്രതിജനം എന്ന് പറയുന്നത് ഈ മഹാജലാശയത്തിലെ അനേകം കുമിളകൾ മാത്രമാണ്. അല്ലെ, തൊട്ടടുത്ത കുമിളയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ലാത്തതുപോലെ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കുമിളയ്ക്ക് അത് വിഷയമല്ലാത്തതുപോലെ അമേരിക്കയിലോ മറ്റുള്ള ഭൂഖണ്ഡങ്ങളിലോ ഉള്ളവരുടെ ജീവിതമോ അവരുടെ കഷ്ടമോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കാത്തതുപോലെ. കാരണം നമ്മളും അവരും ഒക്കെ മനുഷ്യരാണെങ്കിലും നമ്മുടെ ലോകം വളരെ ചെറുതാണ്. ഞാൻ, എനിക്ക്, എൻ്റേത് എന്നുള്ള ആ പരിമിതിക്കുള്ളിലാണ് നമ്മുടെയൊക്കെ ലോകത്തെ നമ്മൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ആ ഒരു പരിമിതിയെ മറികടക്കണമെങ്കിൽ ഈ ശരിയായ ജ്ഞാനത്തിലൂടെ നമുക്ക് കഴിയുകയുള്ളൂ. ആ ജ്ഞാനം വന്നാൽ ഈ കുമിളയെന്ന പരിമിതി പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ മഹാസാഗരത്തിൻ്റെ ഭാഗമാണ്. ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നുമുള്ളത് ഒരു മായയുടെ വികൃതിയാണ്. മായയാണ് ഈ കാണുന്ന പ്രപഞ്ചമെന്ന് തിരിച്ചറിയും നമ്മൾ. ഈ അറിവ് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രേമഭക്തിരസത്തെ നന്നായി അനുഭവിച്ചറിയാൻ കഴിയും. ഈ ഒരു ശ്ലോകത്തോടു കൂടി സനൽകുമാരാദി മഹർഷിമാരുടെ നാരദ മഹർഷിയോടുള്ള ഉപദേശം, ആ സൽക്കർമ്മം എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും വളരെ മനോഹരമായി പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു ഉപദേശം ഈ ഒരു ശ്ലോകത്തോടുകൂടി കഴിയുകയാണ്. അടുത്തതിനെയും ശ്രീ നാരദ മഹർഷി പറയുന്നതാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ നോക്കാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.